മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. 9th CBSEയിലെ വൺ ഓഫ് ദ ടഫസ്റ്റ് ചാപ്റ്റർ ആണ് സർക്കിൾസ്. ഈ സർക്കിൾസിലെ എല്ലാ കോൺസെപ്റ്റ്സും കംപ്ലീറ്റ് കോൺസെപ്റ്റ്സ് 20 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 30 മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിച്ചെടുത്താലോ? നോക്കുക, സർക്കിൾസ് നമുക്കറിയാം 9th CBSEയിലേക്ക് വെച്ചിട്ട് മാത്തമാറ്റിക്സിലേക്ക് വെച്ചിട്ട് ഏറ്റവും വലിയ ചാപ്റ്ററാണ്. ഈവൻ ട്രയാങ്കിൾസിനേക്കാളും വലിയ ചാപ്റ്ററാണ് സർക്കിൾസ്. ഏറ്റവും കൂടുതൽ പ്രൂഫ്, ഭയങ്കര ടഫായിട്ടുള്ള പ്രൂഫ്സ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് സർക്കിൾസ്. ആൻഡ് പക്ഷേ 10th എത്തുമ്പോൾ കളി മാറട്ടോ. 10th എത്തുമ്പോൾ നേരെ തിരിച്ചാവും. സർക്കിൾസിൽ പ്രൂഫ് വലിയ സീൻ ഉണ്ടാവില്ല, പക്ഷേ ട്രയാങ്കിൾസിൽ 10th ഈ രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട്, അറിയോ? സർക്കിൾസും ഉണ്ട്, ട്രയാങ്കിൾസും ഉണ്ട്. അപ്പോൾ 10th എത്തുന്ന സമയത്ത് സർക്കിൾസിൽ അധികം വലിയ പ്രൂഫ് ഉണ്ട്, പക്ഷേ വലിയ രീതിയിൽ നമ്മളെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് വരില്ല. പക്ഷേ ട്രയാങ്കിൾസ് നേരെ തിരിച്ച് വരും. നല്ല കിടിലൻ ക്വസ്റ്റ്യൻസ് ട്രയാങ്കിൾസിൽ വരും. ഓക്കെ, അപ്പോൾ 9th ഈ ഗഡാഗഡിയനായിട്ടുള്ള ഈ സർക്കിൾസ് നമുക്ക് എല്ലാ കോൺസെപ്റ്റ്സും, സർക്കിൾസിലെ എല്ലാ കോൺസെപ്റ്റ്സും വെറും 20 to 30 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുത്താലോ? നോക്കുക, ആദ്യം തന്നെ സർക്കിൾ എന്താ നമുക്ക് നിങ്ങൾക്കറിയാം. സർക്കിളിൻ്റെ ഏരിയ ആൻഡ് ഇക്വേഷൻ എന്താ? ഒരു സർക്കിൾ, ആ സർക്കിളിൻ്റെ റേഡിയസ് ആറാണെങ്കിൽ അതിൻ്റെ ഏരിയ ആൻഡ് ഇക്വേഷൻ എന്താ? പൈ ആർ സ്ക്വയർ, പൈ ഇൻറ്റു ആർ സ്ക്വയർ, പൈ ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ. സർക്കംഫറൻസ് എന്താ? സർക്കംഫറൻസ് 2πr. ബേസ് സ്റ്റാർട്ട് ചെയ്യാണ്, ബേസ് എന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നോക്കുക, ഇനി ഫസ്റ്റ് തിയറമാണ് നമുക്ക് പഠിക്കാനുള്ള. ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ സബ്റ്റൻഡ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദ സെൻറ്റർ. എന്താണ് കോഡ്സ്? ഫസ്റ്റ് ഓഫ് ഓൾ, കോഡ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ, ആ സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ്, എനി ടു പോയിന്റ്സ് അതിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോഡ് എന്ന് വിളിക്കുന്നത്. കോഡ്. അപ്പോൾ ഒരു സർക്കിളിൽ ഏറ്റവും വലിയ കോഡ് ഏതാ? ഏതായിരിക്കും? എനി ടു പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്നതിനൊക്കെ നമ്മൾ കോഡ് എന്ന് വിളിക്കും. ഇത് കോഡാണ്. അപ്പോൾ എനി ടു പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ഇത് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സർക്കിളിൽ ഏറ്റവും വലിയ കോഡ് എന്താ? സർക്കിളിൽ ഏറ്റവും വലിയ കോഡ് എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ അകത്ത് വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ലൈൻ, അതിൻ്റെ ഡയമീറ്റർ ആണ്. സർക്കിളിൻ്റെ ഏറ്റവും വലിയ കോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ ആണ്. MCQ ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഓക്കെ, അത് പഠിച്ചു. ഇനി തിയർ എന്താണെന്ന് നോക്കാം. ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ സബ്റ്റൻഡ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദ സെൻറ്റർ. സപ്പോസ് ഒരു സർക്കിളിൽ ഈക്വൽ ലെങ്ത് ഉള്ള കോഡ്സ് എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഈ കോഡിൻ്റെ ലെങ്ത്തും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. ഈ രണ്ട് കോഡ്സിൻ്റെ സെൻട്രൽ ആംഗിൾ ഈക്വൽ ആയിരിക്കും. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കോഡിൻ്റെ രണ്ടറ്റത്തും സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ലൈൻസ് വരയ്ക്കുക. ഈ കോഡിൻ്റെ രണ്ടറ്റത്തും സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ലൈൻസ് വരയ്ക്കുക. ഓക്കെ, ആ ആംഗിളും ഇനി മറ്റേ കോഡിൻ്റെ രണ്ടറ്റത്തും സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ലൈൻ വരയ്ക്കുക, റേഡിയസ് വരയ്ക്കുക. ആ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതായത് കോഡിൻ്റെ ലെങ്ത്ത് ഇത് 5 ആണെന്ന് വിചാരിക്കും, രണ്ടും സെയിം ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ ഒരു 40 ഡിഗ്രി ആണെങ്കിൽ ഇതും 40 ഡിഗ്രി ആയിരിക്കും. അതായത് ഈക്വൽ ലെങ്ത് ഉള്ള കോഡ് സർക്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അഥവാ ഈക്വൽ കോഡ്സിൻ്റെ സെൻട്രൽ ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇത് 7 ആണ്. ഈ ആംഗിള്, ഒരാംഗിള് ഇത് 50 ഡിഗ്രി ആണെങ്കിൽ മറ്റേ ആംഗിൾ എത്ര വരും? 50 ഡിഗ്രി വരും. ഓക്കെ ആണ്, പഠിച്ചത്. അതായത് ഈക്വൽ കോഡ്സിന് സെൻട്രൽ ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ, നേരെ തിരിച്ച് സാർ വേറൊരു കാര്യം ചോദിക്കട്ടെ. ചുമ്മാ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ ആംഗിൾ, ഈ കോഡിൻ്റെ ലെങ്ത്, രണ്ട് കോഡിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടില്ല. ഈ കോഡിൻ്റെ സെൻട്രൽ ആംഗിൾ ഒരു 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഈ കോഡിൻ്റെ സെൻട്രൽ ആംഗിളും ഒരു 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഈ കോഡിൻ്റെ ലെങ്ത്ത് ഒരു 8 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ കോഡിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കും? സി, ഈക്വൽ കോഡ്സിൻ്റെ സെൻട്രൽ ആംഗിൾ ഈക്വൽ അല്ലേ? അപ്പോൾ സെൻട്രൽ ആംഗിൾ ഈക്വൽ ആവണമെങ്കിൽ കോഡ്സും ഈക്വൽ ആവണ്ടേ? യെസ്, സെൻട്രൽ ആംഗിൾ ഈക്വൽ ആണെങ്കിൽ 60 ഡിഗ്രി. അപ്പോൾ കോഡ്സിൻ്റെ ലെങ്ത്തും സെയിം ആയിരിക്കും. അതായത് ഇവിടെയുള്ള കോഡിൻ്റെ ലെങ്ത്ത് എത്രയാ? 8 ആണ്. അപ്പോൾ അതേ സെൻട്രൽ ആംഗിളാണ് ഇവിടെ ഉള്ളത്, 60 ഡിഗ്രി ആണ്. ഇവിടെ 60 ഡിഗ്രിയാണ്, ഇവിടെ 60 ഡിഗ്രി ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള കോഡിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കും? 8 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അതാണ് അടുത്ത തിയറം. എന്താ? ഇഫ് ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ കോഡ്സ് അറ്റ് ദ സർക്കിൾ അറ്റ് ദ സെൻറ്റർ ആർ ഈക്വൽ, then the codes are equal. If the angle subtended by the codes of a circle at the center are equal, then the codes are equal. അതായത് സെൻട്രൽ ആംഗിൾ ഈക്വൽ ആണെങ്കിൽ കോഡ്സിൻ്റെ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. അപ്പോൾ രണ്ട് തിയറാണ് നമ്മൾ പഠിച്ചത്. രണ്ട് തിയറും സെയിം കൺസെപ്റ്റ്. എന്താ കൺസെപ്റ്റ്? കോഡിൻ്റെ ലെങ്ത് ഈക്വൽ ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ ഈക്വൽ ആയിരിക്കും. കോഡ്സിൻ്റെ ലെങ്ത് ഈക്വൽ ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ ഈക്വൽ ആയിരിക്കും. നേരെ തിരിച്ച് സെൻട്രൽ ആംഗിൾ ഈക്വൽ ആണെങ്കിൽ കോഡ്സിൻ്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. ഇതാണ് രണ്ട് തിയറോ. തിരിച്ചും മറിച്ചും പറഞ്ഞതാ. ഓക്കെ ആണ്, സെറ്റാണ്. പഠിച്ചു. നമ്മൾ പഠിച്ചു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി the perpendicular from center of a circle to a chord bisects the chord.
ഒരു സർക്കിള്, ആ സർക്കിളിൽ ഒരു കോഡുണ്ട്, ഓക്കെ. സർക്കിളിൻ്റെ സെൻറ്റർ ഇതാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് കോഡിലേക്ക് പെർപെൻഡിക്കുലർ ലൈൻ മീൻസ് 90 ഡിഗ്രി ആംഗിളിൽ കുത്തനൊരു ലൈൻ വരച്ചു. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് കോഡിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാന്ന് പറഞ്ഞാൽ കുത്തനൊരു ലൈൻ വരച്ചു. 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ അത് ആ കോഡിനെ ഈക്വൽ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താ? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ കോഡിനെ ഈക്വൽ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ പീസും ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ആ ടോട്ടൽ കോഡ് 12 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് 6ഉം ഇതും 6 ആയിരിക്കും. ഇനി ആ ടോട്ടൽ കോഡ് ഇപ്പം 10 ആണെങ്കിൽ ഈ പീസ്, അതായത് ഇവിടുന്ന് മുതൽ ഇവിടം വരെ 5ഉം ഇവിടുന്ന് മുതൽ ഇവിടം വരെ 5ഉം ആയിരിക്കും. ആ കോഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും, ബൈസെക്ട് ചെയ്യും. ഓക്കെ, perpendicular from the center of a circle to a chord bisects the chord. പഠിച്ചേ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ സെന്റർ. ഓക്കെ, അതെന്താ സംഭവം എന്ന് അറിയോടാ? ഒരു സർക്കിള്, ആ സർക്കിളിൽ 2 ഈക്വൽ ലെങ്ത് ഉള്ള കോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 2 ഈക്വൽ ലെങ്ത് ഉള്ള കോഡുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ കോഡ് 6 സെൻറ്റിമീറ്റർ ആണ്, ഇതും 6 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ആൻഡ് ഈ പോയിന്റിൽ നിന്ന്, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ കോഡിലേക്കുള്ള ലെങ്ത് എന്താ? ഒരു പോയിന്റ് നിന്ന്, കോഡ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ അല്ലേ, ഒരു പോയിന്റ് നിന്ന് ഒരു ലൈനിലേക്കുള്ള ലെങ്ത് നമ്മൾ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം? പോയിന്റ് നിന്ന് കോഡിലേക്ക് കുറേ ലൈൻ വരയ്ക്കാം അല്ലേ, അതിൽ ഏറ്റവും ചെറിയ ലെങ്ത് അതായിരിക്കും അതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഒരു പോയിന്റ് നിന്ന് ഒരു ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ നിന്ന് ആ ലൈനിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ലെങ്ത് ആണ്. അഥവാ നമ്മൾ എന്ത് ചെയ്യണം, ആ പോയിന്റിൽ നിന്ന് ആ കോഡിലേക്കൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. അത് എത്ര ഡിഗ്രിയിൽ? 90 ഡിഗ്രിയിൽ. അതാണിത് ഡിസ്റ്റൻസ്. ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെന്ത്? ഈ ലൈൻ. ഓക്കെ, ഇനി ഇത് 6 സെൻറ്റിമീറ്ററിലെ കോഡിൻ്റെ ലെങ്ത്, ഈ കോഡിൻ്റെ ലെങ്ത് 6 സെൻറ്റിമീറ്റർ അല്ലേ? ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ആ കോഡിലേക്കും സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഡിസ്റ്റൻസ് വരയ്ക്കുന്നു. ഡിസ്റ്റൻസ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണെന്ന് ഓർമ്മിച്ച് വെക്കുക. 90 ഡിഗ്രി ലൈനാണ്, പെർപെൻഡിക്കുലർ ലൈനാണെന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇനി മേലത്തെ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. എന്താ കൺസെപ്റ്റ്? ഒരു സർക്കിളിൻ്റെ അകത്തുള്ള ഈക്വൽ ലെങ്ത് ഉള്ള കോഡ്സ് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സെയിം ഡിസ്റ്റൻസിലായിരിക്കും. ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഇതും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, എന്താ പറയുന്നത്? ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ സെൻറ്റർ. ഇനി നേരെ തിരിച്ച് 2 കോഡിൻ്റെ ലെങ്ത് തന്നിട്ടില്ല എന്നിരിക്കാം. 2 കോഡിൻ്റെ ലെങ്ത് തന്നിട്ടില്ല. ഓക്കെ, 2 കോഡിൻ്റെ ലെങ്ത് തന്നിട്ടില്ല. പക്ഷേ മേലത്തെ കോഡിലേക്കുള്ള ലെങ്ത്, ഇത് കോഡിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് 4 സെൻറ്റിമീറ്റർ ആണ്. ഈ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ്, താഴത്തെ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് 4 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ മേലത്തെ കോഡിൻ്റെ ലെങ്ത് ഒരു 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ താഴത്തെ കോഡിൻ്റെ ലെങ്ത്തും സെയിം ആയിരിക്കും, 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അഥവാ ഈക്വൽ ഡിസ്റ്റൻസിൽ, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ ഉണ്ടാവുന്ന കോഡ്സ്, ഈക്വൽ ഡിസ്റ്റൻസിൽ കിടക്കുന്ന കോഡ്സ് എല്ലാം സെയിം ലെങ്ത് ഉള്ള കോഡ്സ് ആയിരിക്കും. സോ കോഡ്സ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ സെൻറ്റർ, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന കോഡ്സ് എല്ലാം തന്നെ എന്തായിരിക്കും? ഈക്വലിംഗ് ലെങ്ത് ആയിരിക്കും. അങ്ങനത്തെ കോഡ്സിൻ്റെ ഒക്കെ ലെങ്ത് സെയിം ആയിരിക്കും. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള എല്ലാ കോഡ്സിൻ്റെയും ലെങ്ത് സെയിം ആയിരിക്കും. തിരിച്ചും മറിച്ചും പറഞ്ഞതാ. പഠിച്ചേ. നെക്സ്റ്റ്, ആർക്ക് ഓഫ് എ സർക്കിൾ. എന്താണ് സർക്കിളിൻ്റെ ആർക്ക്? ഇതൊരു സർക്കിളാണ് അല്ലേ? ആ സർക്കിളിൻ്റെ സർക്കംഫറൻസ് ഇല്ലേ, ആ ചുറ്റിലുള്ള ഭാഗം, ഇങ്ങനെ വരയ്ക്കുന്ന സംഭവമില്ലേ, അതാണ് സർക്കംഫറൻസ്. അതിൻ്റെ ഒരു പാർട്ട്, ഒരു കുഞ്ഞു പാർട്ട്, അല്ലെങ്കിൽ വലിയ പാർട്ടായാലും കുഴപ്പമൊന്നുമില്ല. ഒരു പാർട്ട്, സർക്കംഫറൻസിൻ്റെ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഇത് വിളിക്കുക, ആർക്ക് എന്ന് വിളിക്കുക. അല്ല സാറേ, ഇതിപ്പോൾ ആർക്കാണ്. ഓക്കെ, അങ്ങനെ വെച്ചാൽ ബാക്കിയുള്ള ഭാഗം ഇതും ആർക്കല്ലേ എന്ന് ചോദിക്കും. ആണ്, അതും ആർക്കാ, അതും സർക്കംഫറൻസിൻ്റെ ഒരു പാർട്ടല്ലേ. ആൻഡ് പിന്നെ ഇപ്പം വരയ്ക്കുകയാണെങ്കിൽ ഇവിടുന്ന് മുതൽ ഇങ്ങനെ തുടങ്ങി ഇവിടുത്തെറ്റായാലും ആർക്കാണ്, സർക്കംഫറൻസിൻ്റെ ഒരു പാർട്ട്. അത് ചെറുതാവാം, വലുതാവാം, എന്ത് വേണേ ആവാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആർക്ക് എന്ന് വിളിക്കുക, ആർക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ, മൈനർ ആർക്കും മേജർ ആർക്കും. ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കോഡിൻ്റെ സെൻട്രൽ ആംഗിൾ എന്തായിരുന്നു ഒരു കോഡിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്? കോഡിൻ്റെ സെൻട്രൽ ആംഗിൾ എന്തായിരുന്നു മക്കളെ? കോഡിൻ്റെ രണ്ടറ്റത്തു നിന്ന് സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന ലൈൻസ്, ആ റേഡിയൈ രണ്ടും തമ്മിലുള്ള ആംഗിളാണത് കോഡിൻ്റെ സെൻട്രൽ ആംഗിൾ. അതുപോലെ തന്നെയാണ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും. എന്താണ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ? ആർക്കിൻ്റെ രണ്ടറ്റത്തുള്ള പോയിന്റ് ഇല്ലേ, ആ രണ്ടറ്റത്തുള്ള പോയിന്റിന് സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന റേഡിയസ്, കൂട്ടിമുട്ടുന്ന ആംഗിൾ,
അതാണ് എന്ത് ആ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ. അപ്പോൾ സെൻട്രൽ ആംഗിൾ എന്താ നിങ്ങൾക്കറിയാം. ഇനി മൈനർ ആർക്കും മേജർ ആർക്കും നോക്കാം. ഒരാർക്ക് ആ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രീനേക്കാളും കുറവാണെങ്കിൽ ലെസ് ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ അതിനെയാണ് നമ്മൾ മൈനർ ആർക്ക് എന്ന് വിളിക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം. എങ്ങനെയാ? ഒരു സർക്കിളിലെ ചെറിയ ആർക്ക് മൈനർ ആർക്കായിരിക്കും, വലിയ ആർക്ക് മേജർ ആർക്കായിരിക്കും. ചെറിയ ആർക്ക് മൈനർ ആർക്കായിരിക്കും, വലിയ ആർക്ക് മേജർ ആർക്കായിരിക്കും. പക്ഷേ അതിൻ്റെ ആക്ച്വൽ തിയറി എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ, അതായത് ഇവിടെ പോയി ഒരാർക്ക് കാണാം നിങ്ങൾക്ക് അല്ലേ, രണ്ടാർക്കുണ്ട് ഈ സർക്കിളിൽ അല്ലേ. ഇതാ ഈ പോയിന്റിൽ നിന്ന് ഇതൊരാർക്കും ഇത് വേറൊരാർക്കും അല്ലേ. അപ്പോൾ ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ അത് 180നേക്കാളും കുറവായിരിക്കും. സോ അതിനോട് ഈ ആർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈനർ ആർക്ക്. ആൻഡ് അതിന് പേര് കൊടുക്കുക എങ്ങനെയാണ് അറിയടാ? ആ ആർക്കിന് രണ്ടിടത്തുള്ള പോയിന്റ് എഴുതുക. രണ്ടിടത്തുള്ള പോയിന്റ് ഏതൊക്കെയാണ്? എയും ബിയും. ആ ആർക്കിന് രണ്ടിടത്തുള്ള പോയിന്റ് എഴുതുക, ആ 2 പോയിന്റ് എഴുതുക, എയും ബിയും. എന്നിട്ട് എന്ത് ചെയ്യുക? മേലെ ആർക്കിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കുക. മൈനർ ആർക്കിൻ്റെ പേര് ഇങ്ങനെയാണ് കൊടുക്കുക. ഇനി മേജർ ആർക്കിൻ്റെ പേര് എങ്ങനെ കൊടുക്കാൻ നോക്കാം. മേജർ ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ ആംഗിൾ ഗ്രേറ്റർ ദാൻ 180 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മേജർ ആർക്ക്. സെൻട്രൽ ആംഗിൾ ഗ്രേറ്റർ ദാൻ 180 ആണെങ്കിൽ, അഥവാ ഇവിടെ ഏതാ മേജർ ആർക്ക്? ഇതാ ഈ ആർക്കാണെന്ത് മേജർ ആർക്ക്. ഞാൻ സർക്കിളിൻ്റെ പുറത്തോടെ വരച്ചത് നോക്കണ്ട കേട്ടോ. ഇതാ ഈ ആർക്കാണെന്ത് എ മുതൽ ബി വരെ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതാണെന്ത് മേജർ ആർക്ക്. ആൻഡ് ആ മേജർ ആർക്കിൻ്റെ പേരെങ്ങനെയാണ് നമ്മൾ എഴുതുക? രണ്ടറ്റത്തുള്ള പോയിന്റ്സ് ഏതാ? എയും ബിയും. എ ബിന്ന് എഴുതിയിട്ട് കാര്യമുണ്ടോ? എ ബിന്ന് എഴുതി അത് മൈനർ ആർക്കിന് ഈക്വൽ ആയിപ്പോലെ. മൈനർ ആർക്കിനും മേജർ ആർക്കിനും ഒരേ പേര് പറയാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ആ മേജർ ആർക്കില്ലേ അതിൻ്റെ നടുക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെയെങ്കിലും അതിൻ്റെ എന്റെ ബിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും നിങ്ങളൊരു പോയിന്റ് കൊടുക്കുക. ചുമ്മാ ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു. ആ പോയിന്റ് സി എന്നോ വേറെ ലെറ്റർ പേര് കൊടുക്കുക, വേറെ എനി ലെറ്റർ പേര് കൊടുക്കുക. ഞാൻ ഇവിടെ സി എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്താ വായിക്കുക? എ പിന്നെ സി പിന്നെ ബി, എ സി ബി എന്ന് എഴുതുക. എ സി ബി. ഓക്കെ, അപ്പോൾ മേജർ ആർക്കിന് നമ്മൾ 3 ലെറ്റർ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. മൂന്നാമത്തെ ലെറ്റർ നടുക്കുള്ള ലെറ്റർ നമ്മൾ എവിടെയാണ് കൊടുക്കുക? ആ മേജർ ആർക്കിന് എവിടെയെങ്കിലും അതിൻ്റെ ആ ഒരു സർക്കംഫറൻസിൽ എവിടെയെങ്കിലും കൊടുത്തേക്കുക ചുമ്മാ. ഓക്കെ, അപ്പോൾ എ സി ബി, ആർക്ക് എ സി ബി ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി 180നേക്കാളും കുറവാണെങ്കിൽ മൈനർ ആർക്കും, 180നേക്കാളും കൂടുതലാണെങ്കിൽ മേജർ ആർക്കും ആണെന്ന് മനസ്സിലായി. അപ്പോൾ 180 ആണെങ്കിലോ, ഒരാർക്ക് അതിൻ്റെ സെൻട്രൽ ആംഗിൾ 180 ആണെങ്കിലോ എങ്ങനെ വരും? ഇതാ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ആർക്ക് വരിക അല്ലേ? ആംഗിൾ 180 ഡിഗ്രി, സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി. നിങ്ങൾ പ്രൊട്ടക്ടറിൽ 0 മുതൽ 180 ഡിഗ്രി വരെ നോക്കുക. ഒരു ലൈനാ കാണുക, അടിയിലൊരു ലൈനാ കാണുക അല്ലേ? അതെന്താവും? അപ്പോൾ സെമി സർക്കിൾ ആവും. അപ്പോൾ എന്താ? അപ്പം കാക്ക കൊണ്ടുപോയി. An arc whose measure equals 180 degree is called semicircle. ഒരാർക്ക് ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെമി സർക്കിൾ. എന്താണ്? സെമി സർക്കിൾ, സർക്കിളിന്റെ പകുതി, സെമി സർക്കിൾ. സെറ്റ് അല്ലേ? ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് പോയിന്റ് നോക്കുക, സെക്ടർ. എന്താണ് സെക്ടർ? ഒന്നുമില്ല. സെക്ടർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സെക്ടർ എന്ന് പറയുമ്പോൾ മക്കളുടെ മനസ്സിലേക്ക് എന്ത് വരണമെന്നറിയോ? സെക്ടറിന്റെ ലാസ്റ്റ് ലെറ്റർ ഏതാ? ആർ മീൻസ് റേഡിയൈ. ആർക്കിന്റെയും റേഡിയൈന്റെയും ഇടയിലുള്ള ഏരിയനെയാണ് നമ്മൾ സെക്ടർ എന്ന് വിളിക്കുക. ആർക്കിന്റെയും റേഡിയൈന്റെയും ഇടയിലുള്ള ഏരിയ ആണെന്ത്? സെക്ടർ. അപ്പോൾ ഇതൊരാർക്കാണ് അല്ലേ? മൈനർ ആർക്ക്. അതിൻ്റെയും റേഡിയൈന്റെയും കറസ്പോണ്ടിങ് റേഡിയൈൻ്റെ ഇടയിലുള്ള ഏരിയ മൈനർ സെക്ടർ. നേരെ തിരിച്ച് മേലെ ഒരു ആർക്കില്ലേ? ഇതും ഒരു ആർക്കല്ലേ? എന്താ ആർക്ക്? മേജർ ആർക്ക്. അപ്പം മേജർ ആർക്കിൻ്റെയും അതിൻ്റെ കറസ്പോണ്ടിങ് റേഡിയൈൻ്റെ ഇടയിലുള്ള ഏരിയ ആണെന്ത്? മേജർ സെക്ടർ. സോ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കിൻ്റെ റേഡിയൈൻ്റെ. സെക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ആർ. സെക്ടർ എന്ന് പറഞ്ഞാൽ ഓർമ്മ വരണം ആർ റേഡിയൈ എന്ന് ഓർമ്മ വരണം. സെക്ടറിൻ്റെ ലാസ്റ്റ് ലെറ്റർ ആണ്. അപ്പോൾ ആർക്കിൻ്റെയും റേഡിയൈൻ്റെയും ഇടയിലുള്ള ഏരിയ ആണ് സെക്ടർ. അതിൽ തന്നെ 2 ഉണ്ട്. എന്താ? ഒന്ന് മൈനർ ആർക്കിൻ്റെ റേഡിയൈൻ്റെ ഇടയിലുള്ള ഇതാണെങ്കിൽ മൈനർ സെക്ടറും, മേജർ ആർക്കിൻ്റെ റേഡിയൈൻ്റെ ഇടയിലാണെങ്കിൽ മേജർ സെക്ടറും. ഏരിയാസ് സെക്ടറാണ്. കാരണം മറ്റൊന്നല്ല, ഞാൻ 6 റേഡിയസ് എന്ന് പഠിക്കണമെന്ന് പറയാൻ കാരണം മറ്റൊന്നല്ല, നമുക്ക് വേറെ ആളും കൂടെ വരുന്നുണ്ട്. സെഗ്മെന്റ് വരുന്നുണ്ട്. സെഗ്മെന്റ് എന്ന് പറഞ്ഞാലും ഏരിയ. പക്ഷെ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ റേഡിയൈൻ്റെ ഇടയിലുള്ള ഏരിയ അല്ല, ഒരു കോഡ് ഉണ്ടാവും. ഒരു സർക്കിൾ, ഈ സർക്കിളിൽ ഇപ്പോൾ ഇവിടെ ഒരു കോഡ് ഉണ്ട് അല്ലേ? കോഡുണ്ട്. ആ കോഡ് വന്ന സമയത്ത് ആ കോഡിൻ്റെ ഇതൊരു ആർക്ക്. ഏതാർക്കാ? മൈനർ ആർക്ക്. മേലത്തെ ഏതാർക്കാ? മേജർ ആർക്ക്. ഓക്കെ, മൈനർ ആർക്കിൻ്റെയും കോഡിൻ്റെ ഇടയിലുള്ള ഏരിയ ആണെന്ത്? മൈനർ സെഗ്മെന്റ്. മേജർ ആർക്കിൻ്റെയും കോഡിൻ്റെ ഇടയിലുള്ള ഏരിയ ആണെന്ത്? മേജർ സെഗ്മെന്റ്. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പോൾ എന്താ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ? സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ കോഡിൻ്റെയും ആർക്കിൻ്റെയും ഇടയിലുള്ള ഏരിയ ആണ്. കോഡിൻ്റെ ആർക്കിൻ്റെ ഇടയിൽ. സെക്ടർ എന്ന് പറഞ്ഞാൽ റേഡിയസിൻ്റെ ആർക്കിൻ്റെ ഇടയിലാണ്. ഇവിടെ ആർക്ക് രണ്ടിലും കോമൺ ആണ്. രണ്ടിലും ആർക്കിൻ്റെ ഇടയിലാണ്. രണ്ടിലും ആർക്ക് കോമൺ ആയിരിക്കും. പക്ഷേ സെക്ടറിലാണ് റേഡിയൈ ആണ് വരിക, സെഗ്മെന്റിലാണ് കോഡാണ് വരിക. ഓക്കെ, ഇനി മൈനർ സെഗ്മെന്റിന്റെ റേഡിയൈൻ്റെ
മൈനർ ആർക്കിൻ്റെയും കോഡിൻ്റെ ഇടയിലാണെങ്കിൽ മൈനർ സെഗ്മെൻറ്റും മേജർ ആർക്കിൻ്റെയും കോഡിൻ്റെ ഇടയിലാണെങ്കിൽ മേജർ സെഗ്മെൻ്റ് എന്ന് വിളിക്കും. പഠിച്ചല്ലോ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതൊക്കെ 10ാം ക്ലാസ്സിൽ ആവശ്യമുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആർക്ക് ഓഫ് എ സർക്കിൾ. സംഭവം ഒന്നുമില്ല, രണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിൽ 2 ഈക്വൽ ലെങ്ത്തുള്ള കോഡുണ്ടെന്ന് വിചാരിക്കുക. ഈ കോഡും പിന്നെ ഈ കോഡും ഈക്വൽ ലെങ്ത്തുള്ള കോഡ്സാണ് ഇത് രണ്ടെന്ന് വിചാരിക്കുക. ഈ 2 കോഡ്സും ഈക്വൽ ലെങ്ത്തുള്ള കോഡ്സാണെന്ന് വിചാരിക്കുക. കണ്ടിട്ട് തോന്നുന്നില്ലല്ലേ? അപ്പോൾ ഞാൻ കുറച്ച് ചെറുതാക്കാൻ ഇതിനെ. ഓക്കെ, ഈ 2 കോഡും ഈക്വൽ ലെങ്ത്തുള്ള കോഡ്സ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആർക്കും കോൺഗ്രുവൻ്റ് ആയിരിക്കും. അതായത് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ കറസ്പോണ്ടിങ് ആർക്കാണ് ഈ മൈനർ ആർക്ക്, പിന്നെ കറസ്പോണ്ടിങ് മേജർ ആർക്ക്. ആൻഡ് ഇതിൻ്റെ കറസ്പോണ്ടിങ് മൈനർ ആർക്കാണ് ഇത്, അതിൻ്റെ കറസ്പോണ്ടിങ് മേജർ ആർക്കാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് മൈനർ ആർക്കായിട്ടുള്ള ഈ ആർക്കും ഈ ഈക്വൽ കോഡിൻ്റെ കറസ്പോണ്ടിങ് മൈനർ ആർക്കായിട്ടുള്ള ഈ ആർക്കും, അതായത് ഈ ആർക്കും എന്തായിരിക്കും? ആർക്ക് എന്ന് പറയുമ്പോൾ ലെങ്ത്ത് നമുക്ക് പറയാൻ പറ്റില്ല. കർവിന് അതിന് ലെങ്ത് ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താ, അതിന് ആ 2 ആർക്കിനെ നമ്മൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പറയുക. കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഓക്കെ, അന്നപ്പോൾ ഈക്വൽ കോഡ്സ് ഉണ്ടാക്കുന്ന കറസ്പോണ്ടിങ് ആർക്ക് കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പോൾ ലിറ്ററലി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്കിൻ്റെ രണ്ടറ്റത്ത് നിന്ന് സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന റേഡിയ തമ്മിലുള്ള ആംഗിളാണ്. അത് തന്നെയാണത് ആ കോഡിൻ്റെ സെൻട്രൽ ആംഗിളും വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കിയുള്ള ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്താ വരിക? ഇവിടെ വരുന്ന ആംഗിൾ എത്രയാണോ, ടോട്ടൽ ആംഗിൾ 360 ആണ്. ടോട്ടൽ ഒരു പോയിന്റ് ചുറ്റുള്ള ആംഗിൾ 360 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ എത്രയാണോ അതിൽ 360 ആ ആംഗിൾ കുറച്ചാൽ ബാക്കിയുള്ള ആംഗിൾ കിട്ടും. അതായത് ഈ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ കിട്ടും. ഓക്കെ, 360 മൈനസ് മറ്റേ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ നോക്കിയാൽ മതി. അറിയാവുന്ന കാര്യമാണ്. ആൻഡ് ഒരു കാര്യം കൂടെ, ഒരു പോയിന്റ് കൂടെ നമുക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ അത് തന്നെയാണെന്ത് ആ കോഡിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. അന്നപ്പോൾ ആർക്ക് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ കോഡും ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ആർക്ക് കോൺഗ്രുവൻ്റ് ആണ്, അങ്ങനെ വെച്ചാൽ കോഡ് ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ലിറ്ററലി കോൺഗ്രുവൻ്റ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും ഈക്വൽ ആയിരിക്കും. 2 ആർക്ക് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ ഈ ആർക്കും കോൺഗ്രുവൻ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ ഈക്വൽ അല്ലേ? കാരണം അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന കോഡ്സ് രണ്ടും സെയിം ആണല്ലോ. അപ്പോൾ കോഡ്സിൻ്റെ സെൻട്രൽ ആംഗിൾ ഈക്വൽ ആണല്ലോ. അപ്പോൾ എന്താ, കോൺഗ്രുവൻ്റ് ആർക്സിൻ്റെ എന്താണ് സെൻട്രൽ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആംഗിൾസ് സബ്റ്റൻഡ് ചെയ്യും സെൻട്രൽ. ഓക്കെ അല്ലേ? ഈക്വൽ ആംഗിൾസ് സബ്റ്റൻഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് the angle subtended by an arc at the center is double the angle subtended by it at any point on the remaining part of the circle. സിമ്പിൾ ആണ്. സാറ് പറഞ്ഞുതരാം. ഒരു സർക്കിള് ആ സർക്കിളിൽ ഇപ്പോൾ ഒരു ആർക്ക് എടുക്കുക. ആ സർക്കിളിൽ നമ്മൾ ഒരു ആർക്ക് എടുക്കുക. ഏത് ആർക്ക് എടുക്കുക? ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ആർക്ക് എടുത്തു. ഓക്കെ, ഈ ആർക്ക് എടുത്തു. ആ ആർക്കിന് ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ടല്ലോ. ആ ആർക്കിന് ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ടാവുമല്ലോ. ഓക്കെ, ആ ആർക്കിനൊരു സെൻട്രൽ ആംഗിൾ ഉണ്ടാവും അല്ലേ? ഇനി അതേ ആർക്ക് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? മക്കളെ, ആർക്കിൻ്റെ രണ്ടറ്റത്തുള്ള പോയിന്റ്സിന് സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന റേഡിയായി ഉണ്ടാക്കുന്ന ആംഗിളാണ് അല്ലേ? ഇനി അതേ ആർക്ക് സർക്കിളിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത്, സർക്കിളിൻ്റെ റിമൈനിങ് പോർഷനിൽ, അതായത് ആർക്ക് വരുന്നത് ഇത്രയും പോർഷനില്ല, ബാക്കി പോർഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതേ ആർക്ക് സർക്കിളിൻ്റെ ബാക്കി എവിടെയെങ്കിലും ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് അതേ ആർക്കിൻ്റെ രണ്ടറ്റത്ത് സർക്കിളിൻ്റെ ബാക്കിയുള്ള ഏതെങ്കിലും പോയിന്റിലേക്ക് ആംഗിൾ വരയ്ക്കുക. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയോ? ഈ ആംഗിൾ സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും, അല്ലെങ്കിൽ ഈ ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ. മനസ്സിലായോ? ഇനി അതല്ല, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇതിപ്പം ഈ ആംഗിൾ ഇപ്പോൾ ഒരു 60 ആണെങ്കിൽ, ഇതിപ്പോൾ ഒരു 60 ആണെങ്കിൽ ഇത് 30 ആയിരിക്കും. അതായത് ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ അതിൻ്റെ പകുതി ആയിരിക്കും ഹാഫ് ആയിരിക്കും ആ ആർക്ക് സർക്കിളിൻ്റെ ബാക്കിയുള്ള ഭാഗത്തുണ്ടാക്കുന്ന ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ ആണേ? സെറ്റാണേ? പഠിച്ചേ നമ്മൾ പഠിച്ചേ. അങ്ങനെ വെച്ചാൽ ഈ ആംഗിൾ പറഞ്ഞോ. ഈ ആംഗിൾ എത്ര വരും എന്ന് പറ മക്കള്. ഈ ആംഗിൾ എത്ര വരും? ആ ആംഗിൾ എത്ര വരും? 30 തന്നെ. കാരണം മക്കൾ ആലോചിച്ച് നോക്കുക. ഈ ആർക്ക് സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ആണ്. ആ ആർക്കിന്റെ രണ്ടറ്റത്തുള്ള പോയിന്റ്സ് സർക്കിളിന്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് വരച്ചിട്ടുള്ള ആംഗിൾ ആണിത്.
ബാക്കിയുള്ള ഒരു പോയിന്റിലേക്ക് വരച്ചുള്ള ആംഗിളാണിത്. അപ്പോൾ എന്താ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി വരണം. ഓക്കെ അല്ലേ? സെറ്റാണല്ലോ. അങ്ങനെ വെച്ചാൽ ലെഫ്റ്റിലുള്ള ഫിഗർ നോക്കും മക്കൾ. ഈ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരണം? AOB എത്ര വരും? AOB എന്ന് പറഞ്ഞാൽ എത്ര വരിക? സി ബാക്കിയുള്ള പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിള്, ആർക്ക് സർക്കിളിന്റെ ബാക്കിയുള്ള പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിള് അതിന് ഡബിൾ ആയിരിക്കും. എന്ത് ഡബിൾ ആയിരിക്കും? സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും മറ്റേ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും എന്ത്? സെൻട്രൽ ആംഗിൾ. അപ്പോൾ 45 ഡബിൾ 90 ഡിഗ്രി. ഓക്കെ അല്ലേ? സോ ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ an arc at the center is double the angle subtended by it at any point on the remaining part of the circle. അതായത് ഒരാർക്ക് സർക്കിളിന്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ ആർക്ക് സർക്കിളിന്റെ ബാക്കിയുള്ള ഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും. അത്രയുള്ള പരിപാടി. കൺസെപ്റ്റ് സിമ്പിളാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു നല്ല കിടലൻ ക്വസ്റ്റ്യൻ സാറ് തരട്ടെ. നിങ്ങളെല്ലാവരും തെറ്റിക്കുന്നൊരു ക്വസ്റ്റ്യൻ സാറ് പറഞ്ഞുതരാം. നോക്കിക്കോ. കുറച്ച് സമയം ഈ വീഡിയോ കൂടിയാലും വേണ്ടില്ല. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി. ഈ ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിക്കണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ കുറച്ച് സമയം കൂടിയാലും കുഴപ്പമില്ല. ഈ ആംഗിൾ 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ രണ്ട് കോഡ്സിൻ്റെ ഇട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആംഗിൾ വരയ്ക്കുന്നു. ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? പറ. ആ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ആ ആർക്കിൻ്റെ രണ്ടറ്റത്തും നമ്മൾ താഴോട്ടേക്ക് ഒരു ആംഗിൾ വരച്ചു. ആ ആർക്കിൻ്റെ രണ്ടറ്റത്തുള്ള പോയിന്റ്സ്. ഏതാ ആർക്ക്? ഇതാണ് ആർക്ക്. ഇതാണ് ആർക്ക്. ആർക്ക് ഏതാ? ഏതോ ആർക്കുന്നേ അല്ലേ? ഇതാണ് ആർക്ക്. സോറി, ഒരു മിനിറ്റ്, ഞാൻ മാറ്റി വരയ്ക്കാം. അതാണ് ആർക്ക്. ആ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ആർക്കിൻ്റെ രണ്ടറ്റത്തും സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? അതിൻ്റെ പകുതിയില്ലേ? 30 ഡിഗ്രി അല്ലേ? തെറ്റാണ്. പ്യുവർ റോങ് ആൻസർ. വൈ? ഞാൻ പറഞ്ഞു ഈ തിയറി എവിടെ ആപ്ലിക്കബിൾ ആവുക? നമ്മളൊരു ആർക്ക്, ആ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ പകുതി ആയിരിക്കും എന്ത്? ആ ആർക്ക്, അതേ ആർക്ക് അഥവാ ആ ആർക്കിൻ്റെ രണ്ടറ്റത്തുനിന്ന് സർക്കിളിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് വരയ്ക്കുന്ന ആംഗിൾ ആയിരിക്കണം. അതായത് ആ ആർക്കിൻ്റെ രണ്ടറ്റത്തുനിന്ന് ഈ ആർക്കിലേക്ക് വരയ്ക്കരുത്, ബാക്കിയുള്ള ഭാഗത്തേക്ക് ആയിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ആംഗിൾ വരച്ചോ, അത് പകുതി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ആംഗിൾ വരച്ചു രണ്ടറ്റത്തുനിന്ന്, അത് ഒബ്വിയസ്ലി 30 ആയിരിക്കും. പക്ഷേ അതേ ആർക്കിലേക്ക് വരയ്ക്കുന്നതല്ല, അതേ ആർക്കിലേക്ക് വരയ്ക്കുന്ന പകുതി ആയിരിക്കില്ല. ഇവിടെ എക്സാക്ട്ലി നിങ്ങൾ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിളിലേക്ക് വരയ്ക്കുന്ന ആംഗിളായിരിക്കും പകുതി ആയിരിക്കുക. അന്നിപ്പോൾ ഈ ആംഗിൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? സംഭവം സിമ്പിളാണ്. സാറ് പറഞ്ഞുതരാം. വളരെ ഈസിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എടാ, ഈ ആംഗിൾ 60 ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയാണ്? അതാ ഈ ആംഗിൾ എത്രയാണ് വരിക? ബാക്കിയുള്ള ആംഗിൾ, ടോട്ടൽ ആംഗിൾ 360 ആണ്. ഞാൻ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പോയിന്റ് വെച്ചിട്ടുള്ള ടോട്ടൽ ആംഗിൾ അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ ഒന്ന് 60 ആണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും? 300 അല്ലേ? 360 മൈനസ് 60, രണ്ടും കൂടി ആഡ് ചെയ്താൽ 360 കിട്ടുമല്ലോ. ഓക്കെ, ഈ 360 ഡിഗ്രി 300 ഡിഗ്രി എന്ന് പറയുന്നത് ഏത് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാ? അറിയോ? ഇതാ ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ അല്ലേ? ഈ ആർക്കിൻ്റെ രണ്ടറ്റത്തുനിന്ന് സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് റേഡിയായി വരച്ചു. അവിടെ ഉണ്ടാകുന്ന സെൻട്രൽ ആംഗിൾ അല്ലേ ഇത്? അന്നപ്പോൾ ആ ആംഗിള് നമുക്കറിയാം. അതായത് ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ ആർക്ക് സർക്കിളിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ ഇത്? ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി, 300ൻ്റെ പകുതി 150 ഡിഗ്രി ആയിരിക്കില്ലേ അത്? ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ മക്കളെ പരിപാടി. സെറ്റല്ലേ? നെക്സ്റ്റ് ഇനി പഠിക്കാനുള്ളത് ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. സെഗ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സെഗ്മെന്റ് എന്താണെന്ന് എൻ്റെ മക്കൾക്ക് അറിയാം അല്ലേ? എന്താ? ഞാനിവിടെ ഈ സർക്കിളിൽ ഒരു കോഡ് വരച്ചു. ആ കോഡ് ഞാൻ പറഞ്ഞ ഒരു സർക്കിൾ, ഫോർ എക്സാമ്പിൾ ഒരു സർക്കിൾ ആ സർക്കിളിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു കോഡ് അങ്ങോട്ട് വരച്ചു. അവിടെ എന്തുണ്ടായി? 2 സെഗ്മെന്റ്സ് ഉണ്ടായി. സെയിം സെഗ്മെന്റ്സിലുള്ള ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ മേലുള്ള സെഗ്മെന്റ് നോക്കുക. അപ്പോൾ ഞാൻ കോഡിൻ്റെ രണ്ടറ്റത്തുനിന്ന് ആംഗിൾ വരച്ചു. ആ ആംഗിള് ഒരു 45 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അതേ കോഡിൻ്റെ രണ്ടറ്റത്തുനിന്ന് അതേ സെഗ്മെന്റിലേക്ക് തന്നെ വേറൊരു ആംഗിൾ വരച്ചു. അതും 45 തന്നെയായിരിക്കും. ഇനി ഞാൻ അതേ കോഡിൻ്റെ രണ്ടറ്റത്തുനിന്ന് സർക്കിളിലേക്ക്
സെയിം സെഗ്മെൻറ്റിലേക്ക് ഞാൻ ആംഗിൾ വരച്ചു, അതും 45 തന്നെയായിരിക്കും. ഇനി അവിടെ നിന്ന് തന്നെ ഞാൻ വീണ്ടും അതേ സെഗ്മെൻറ്റിലേക്ക് ഞാൻ വീണ്ടും ആംഗിൾ വരച്ചു, അതൊക്കെ എന്തായിരിക്കും 45 തന്നെയായിരിക്കും. അതായത് സെയിം സെഗ്മെൻറ്റ്സിലുള്ള ആംഗിളെല്ലാം ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഇവിടുന്ന് ഇപ്പോൾ താഴോട്ടേക്ക് ഈ കോഡിൻ്റെ രണ്ടത്തിന് താഴേക്ക് ഒരു ആംഗിൾ വെച്ചു. ആ ആംഗിൾ എത്രയാണോ അത് തന്നെയാണ് ഈ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ. അത് എത്രയാണോ അത് തന്നെയാണിത് ഈ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ. അപ്പോൾ സെയിം സെഗ്മെൻറ്റ്സിലേക്ക് വരയ്ക്കുന്ന ആംഗിളൊക്കെ ഈക്വൽ ആയിരിക്കും. വൈ ഇറ്റ് ഈസ് സോ? ഒറ്റ റീസണേ ഉള്ളൂ. ഈ കോഡ് ആ കോഡിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് നോക്കുക. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 വരും. അതിൻ്റെ പകുതിയല്ലേ ബാക്കി ഇങ്ങോട്ടേക്കൊക്കെ ഉള്ള ആംഗിൾ വരിക, 45. ബാക്കി എങ്ങോട്ടേക്കുള്ളൂ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ, അതിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയല്ലേ വരിക. നേരത്തെ മറ്റേ റൂള് അതിൻ്റെ പകുതിയല്ലേ വരിക, ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും റിമൈനിങ് പാർട്സിലേക്ക് ഉണ്ടാക്കുന്നില്ല. നോക്കുക, ഈ കോഡിൻ്റെ സെൻട്രൽ ആംഗിൾ ഇതിപ്പോൾ സെൻട്രൽ ആംഗിളാണെന്ന് വിചാരിക്കാം, അത് 90 ഡിഗ്രിയാണെന്ന് വിചാരിക്കാം. ഈ ആർക്ക് സർക്കിളിൻ്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അതേ ആർക്ക് സർക്കിളിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിളൊക്കെ എന്തായിരിക്കും? അതിൻ്റെ പകുതി. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കിയെല്ലാം ഈക്വൽ ആവുന്നത്. നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. If a line segment joining 2 points subtends equal angles at other 2 points lying on the same side of the line containing the line segment, the 4 points lie on a circle. ഒരു വൃത്തികെട്ട തിയറം. ആൻഡ് സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ ഏറ്റവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള തിയറാണിത്. നിങ്ങൾ ഡെഫിനിഷൻ കണ്ട് പേടിക്കണ്ട, സാർ പറഞ്ഞുതരാം. സാർ പറയുന്ന എക്സ്പ്ലനേഷൻ കേൾക്കുക, എന്നിട്ട് ഡെഫിനിഷൻ നമുക്കൊന്ന് വൃത്തിക്ക് വായിച്ചു നോക്കിയാലോ. ഇപ്പം ഞാൻ നല്ല വായിച്ചത്, ഞാൻ ഇതിൻ്റെ ഒന്ന് എക്സ്പ്ലനേഷൻ തന്നിട്ട് നമുക്ക് ആ ഡെഫിനിഷൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഓക്കെ, എടാ 2 പോയിന്റ്സ് എയും ബിയും അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ഓക്കെ, ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്, 2 പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന എയും ബിയും, 2 പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ഇനി മക്കൾ എന്ത് ചെയ്യണം എന്നറിയോ? വീണ്ടും 2 പോയിന്റ് കൂടി എടുക്കണം. ഒന്നോക്കിൽ ആ 2 പോയിന്റ് ഇപ്പൊ വരച്ചിട്ടുള്ള ലൈനിന്റെ മുകൾ ഭാഗത്തായിരിക്കണം രണ്ടും, അല്ലെങ്കിലോ താഴെ ആയിരിക്കണം. ഇവിടെ താഴെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ താഴെ ഇപ്പോൾ ഇവിടുത്തെ സ്ഥലമുള്ളൂ, അപ്പോൾ ഞാൻ മേലെ ഇടുകയാണ് 2 പോയിന്റ് മാർക്ക് ചെയ്തു. സി, രണ്ടും സെയിം സൈഡിലായിരിക്കണം. ഇതിൻ്റെ നമ്മളിപ്പോൾ വരച്ച ലൈനിൻ്റെ ആദ്യം നമ്മൾ 2 പോയിന്റ് എടുത്തല്ലോ, എയും ബിയും, അത് കണക്ട് ചെയ്ത് നമ്മൾ ലൈൻ സെഗ്മെന്റ് വരച്ചല്ലോ. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും 2 പോയിന്റ്സ് എടുക്കണം, അതായത് 3ാമത്തെ 4ാമത്തെ പോയിന്റ് എടുക്കണം. ആ 3ാമത്തെ 4ാമത്തെ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ലൈനിന്റെ സെയിം സൈഡിലായിരിക്കണം. ഒന്നുകിൽ ആ ലൈനിന്റെ മേലെ അല്ലെങ്കിൽ ആ ലൈനിന്റെ താഴെ, അല്ലാണ്ട് ഒന്ന് മേലെ ഒന്ന് താഴെ ഇടാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, അങ്ങനെ സെയിം സൈഡിലിട്ടു. ഇപ്പം ഞാൻ താഴെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മേലെ ഇട്ടു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാം, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ലൈൻ സെഗ്മെന്റിൽ നിന്ന് ആ 2 പോയിന്റിലേക്കുള്ള ആംഗിൾ നോക്കുക. അതായത് ആ ലൈൻ സെഗ്മെന്റിൽ നിന്ന് 2 പോയിന്റിലേക്കുള്ള ആംഗിൾ, ഫോർ എക്സാമ്പിൾ ഇത് സി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ACB ആൻഡ് മറ്റേ പോയിന്റിലേക്കുള്ള ആംഗിൾ, ലൈൻ സെഗ്മെന്റിന് മറ്റേ പോയിന്റിലേക്കുള്ള ആംഗിൾ എത്രയാ? ഇത് D ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ? ആംഗിൾ ADB. ആ 2 ആംഗിളും ഈക്വൽ ആണെങ്കിൽ, ഇഫ് ഈക്വൽ ആണെങ്കിലാണ്, ഇഫ് ആ 2 ആംഗിളും ഈക്വൽ ആണെങ്കിൽ ആ 4 പോയിന്റും കണക്ട് ചെയ്തിട്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. ആ 4 പോയിന്റും കണക്ട് ചെയ്തിട്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. 4 പോയിന്റ്സിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. കറക്റ്റ് കിട്ടില്ല, ഞാൻ റഫ് ഫിഗറാണ് വരച്ചത്, അതുകൊണ്ട് കറക്റ്റ് കിട്ടില്ല കേട്ടോ. യെസ്, ഏകദേശം കണ്ടോ, മനസ്സിലായ സംഭവം? 4 പോയിന്റ്സിനെയും കണക്ട് ചെയ്തിട്ട് സർക്കിൾ വരയ്ക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ തന്നെ അതിന് പകരം നമുക്ക് എന്ത് പറയുന്നറിയോ? ആ 4 പോയിന്റ്സും കോൺസൈക്ലിക്കാണ്. ആ 4 പോയിന്റ്സും കോൺസൈക്ലിക്കാന്ന് പറയാം. അഥവാ 4 പോയിന്റ്സും ഒരു സർക്കിളിൽ മേലുള്ള പോയിന്റ്സ് ആയിരിക്കും. ഒന്നുമില്ലടാ, 2 പോയിന്റ്സ് 1 2 2 പോയിന്റ്സ് 1 2 അതിനെ കണക്ട് ചെയ്തിട്ട് എന്തുണ്ട്? ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ടെങ്കിൽ, ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ആൻഡ് ആ ലൈൻ സെഗ്മെന്റ് മേലെയോ താഴെയോ 2 പോയിന്റ്സ് ഉണ്ട്. മേലെയോ താഴെയോ ഇടാം. ഞാനിവിടെ താഴെ ഇടുന്നു, നേരത്തെ മേലെ ഇട്ടത്, ഞാനിവിടെ താഴെ കാണിച്ചു തരാം. അപ്പം ഇതിപ്പം ഒരു പോയിന്റ്, ഇത് അടുത്ത പോയിന്റ്. ഓക്കെ, പോയിന്റ് ഇത് 3 ആണ്, ഇത് 4 ആണ് പോയിന്റ്. ആൻഡ് ആ ലൈൻ സെഗ്മെന്റിൽ നിന്ന് 2 പോയിന്റിലേക്കുള്ള ആംഗിൾസ്, 3ാമത്തെ പോയിന്റിലേക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ആംഗിൾ. ഓക്കെ, 4ാമത്തെ പോയിന്റിലേക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ. ആ 2 ആംഗിളും ഈക്വൽ ആണെങ്കിൽ, ആ 4 പോയിന്റ്സിനെയും കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് വരയ്ക്കാൻ അറിയോ? ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. 4 പോയിന്റ്സിനെയും കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഇത് റഫ് സർക്കിളാണ്. നിങ്ങളൊരു റഫ് സർക്കിളായിട്ട് നിങ്ങളങ്ങോട്ട് വിചാരിക്കുക, ഇതൊരു സർക്കിളായിട്ട് നിങ്ങളങ്ങോട്ട് വിചാരിക്കുക. ഓക്കെ, 4 പോയിന്റ്സിനെ കണക്ട് ചെയ്ത് നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ 4 പോയിന്റ്സും
കോൺ സൈക്ലിക് ആയിരിക്കും. പഠിച്ചു. ഇതാണ് ആ തിയറം. ഇഫ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 2 പോയിന്റ്സ്, 2 പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്. സബ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നു. ഈക്വൽ ആംഗിൾസ് അറ്റ് അതർ 2 പോയിന്റ്സ് ലൈൻ കൊണ്ട് സെയിം സൈഡ് ഓഫ് ദ ലൈൻ. അതായത് ലൈൻ കണ്ടെയ്നിങ് ലൈൻ സെഗ്മെന്റ്. അതായത് 2 പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ലൈൻ ആ ലൈൻ സെഗ്മെന്റുള്ള അതേ സൈഡിൽ ഉണ്ടാക്കുന്ന 2 പോയിന്റ്സ് ആയിട്ട് സെയിം ആംഗിൾസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്താ 4 പോയിന്റ്സ് എന്തായിരിക്കും? ലൈ ഓൺ എ സർക്കിൾ. 4 പോയിന്റ്സ് ഒരു സർക്കിളിലായിരിക്കും, അല്ലെങ്കിൽ 4 പോയിന്റ്സും കോൺ സൈക്ലിക് ആയിരിക്കും. ഇത്രയുള്ള സംഭവം. സെറ്റ് ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ മക്കളെ? ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് വൺ, എന്താണ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ? നമ്മൾ പറഞ്ഞു 4 പോയിന്റ്സ് കോൺ സൈക്ലിക് ആണെങ്കിൽ 4 പോയിന്റ്സിനെയും കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ക്വാഡ്രിലേറ്ററൽ വരച്ചൂടെ? 4 പോയിന്റ്സിനെ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ക്വാഡ്രിലേറ്റർ വരയ്ക്കാം. അല്ലെങ്കിൽ ഇത്രയും ആലോചിച്ചത് ഒരു ക്വാഡ്രിലേറ്ററിൽ, ആ ക്വാഡ്രിലേറ്ററിന് 4 വെർട്ടെക്സിനെ 4 മൂലകളെയും കണക്ട് ചെയ്തിട്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 4 മൂലകളിൽ കൂടെയും പാസ് ചെയ്തിട്ട് ഒരു സർക്കിൾ പോകുന്നുണ്ടെങ്കിൽ ആ ക്വാഡ്രിലേറ്ററിന്റെ പേരാണത് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലേറ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ആയിരിക്കും. അഥവാ ആംഗിൾ ഡിയും ആംഗിൾ ബിയും ആഡ് ചെയ്താൽ 180 കിട്ടും. അതുപോലെ തന്നെ ആംഗിൾ എയും ആംഗിൾ സിയും ആഡ് ചെയ്താൽ 180 കിട്ടും. ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 ആയിരിക്കും. സൈക്ലിക് ക്വാഡ്രിലേറ്ററിന്റെ പ്രത്യേകതയാണത്. അതായത് ആംഗിൾ എയും പ്ലസ് ആംഗിൾ സി 180 ആണ്. അതേപോലെ തന്നെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി 180 ആണ്. ഓക്കെ അല്ലേ? സോ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 കിട്ടും. അതാണെന്ത് നമ്മളെ സൈക്ലിക് ക്വാഡ്രിലേറ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ആയിരിക്കും. ഇനി ആംഗിളിനെ സെമി സർക്കിൾ, അതായത് ഒരു സർക്കിൾ വരച്ചു, അതിൻ്റെ ഡയമീറ്റർ വരച്ചു കഴിഞ്ഞാൽ അവിടെ എനിക്ക് എന്താ കിട്ടുന്നത്? സെമി സർക്കിൾ കിട്ടി. ആ സെമി സർക്കിളിൻ്റെ രണ്ടിടത്ത് ഞാൻ സർക്കിളിലേക്ക് വരയ്ക്കുന്ന ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും അറിയോ? 90 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ഡിഗ്രി. എന്തുകൊണ്ട് അങ്ങനെ ആവുന്നതെന്ന് അറിയോ? പറഞ്ഞാ, നിങ്ങൾ ഇതൊരു ആർക്കായിട്ട് എടുക്ക്. ഇതൊരു ആർക്കല്ലേ? ഇത്രയും ഭാഗം, പകുതി ഭാഗം, ഇത്രയും ഭാഗം ഒരു ആർക്കല്ലേ? ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാ? ഈ ആംഗിൾ, ആ ആർക്കിന്റെ രണ്ടറ്റത്ത് നിന്ന് സർക്കിളിന്റെ സെൻട്രലിലേക്ക് വരയ്ക്കുന്ന ലൈൻസ്, അത് കൂടി ചേർന്നുണ്ടാവുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അവിടെയുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ അതിന്റെ പകുതി അല്ലേ ബാക്കിയുള്ള സെഗ്മെന്റിലേക്കുള്ള ആംഗിൾ, ബാക്കിയുള്ള സർക്കിളിന്റെ പോർഷനിലേക്കുള്ള ആംഗിൾ വരിക. അപ്പോൾ 180ന്റെ പകുതി 90 വരും. അപ്പോൾ ഒരു സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പം ഈ ലൈൻ ഡയമീറ്റർ ആണെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി, ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ഈ ആംഗിൾ 90 ഡിഗ്രി, താഴോട്ടേക്ക് വരയ്ക്കുന്ന ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിൾ 90 ഡിഗ്രി. ചുരുക്കി പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ ഡയമീറ്ററിന്റെ രണ്ടറ്റത്ത് നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. സർക്കിളിന്റെ മുകളിലുള്ള പോയിന്റ്സിലേക്ക് വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ സകലമാന കൺസെപ്റ്റ്സും എൻ്റെ മക്കൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പ്രൂഫും, ഈ ഇപ്പോൾ പഠിച്ച റൂൾസിൻ്റെ ഒക്കെ പ്രൂഫും കുറച്ച് പ്രോബ്ലംസും അതിൻ്റെ പ്രൂഫ് വരുന്ന പ്രോബ്ലംസും പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. കുറച്ച് MCQസും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇതിലെ മുഴുവൻ കൺസെപ്റ്റ്സും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലെ എല്ലാ കൺസെപ്റ്റ്സും അറിയാം. സെറ്റല്ലേ? മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. പിന്നെ ഒരു കാര്യം കൂടെ, 10th CBSE അസ്ത്ര ബാച്ചിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 15, അതായത് ഇന്നിപ്പോൾ എത്രയായി? ഫെബ്രുവരി 3. വെറും 12 ദിവസത്തിൽ നമ്മൾ 10th CBSEയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അസ്ത്ര ബാച്ചിൽ. ആരെങ്കിലും ഇനിയും അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം മക്കളെ. നമ്മുടെ അടുത്ത കൊല്ലം നിങ്ങൾ ആദ്യമായിട്ടൊരു ബോർഡ് എക്സാമിനേഷൻ എഴുതാൻ പോവാണ്. നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിലുള്ള ലൈവോ അല്ലെങ്കിൽ യൂട്യൂബിലുള്ള വീഡിയോസോ കൊണ്ട് മാത്രം ബോർഡ് എക്സാമിനേഷനെ നേരിടാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സ് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസോ ഒന്നും അല്ല എക്സാമിന് വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആദ്യത്തെ ചാപ്റ്റർ സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾ 1-2 കൊല്ലം മുന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക, ഡൗൺലോഡ് ചെയ്ത് നോക്കുക സൈറ്റിൽ നിന്ന്. നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിച്ച അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും എക്സാമിന് ബോർഡ് എക്സാമിനേഷന് വരുന്ന ക്വസ്റ്റ്യൻസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. മാത്സിൻ്റെ റിയൽ നമ്പേഴ്സ്, ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്, അതിൽ നോക്കിയാൽ മതി. കറക്റ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ യൂട്യൂബ് ലൈവുകൾ കൊണ്ടോ അല്ലെങ്കിൽ വെറും വീഡിയോസ് കൊണ്ടോ മാത്രം ഒരു കാര്യമില്ല. കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററും 4, 5, 6 പാർട്ട് ക്ലാസ് കെട്ടി മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരു 90% അല്ലെങ്കിൽ 95% എന്ന ഡ്രീമിലേക്ക് 10th CBSE ബോർഡ് എക്സാമിനേഷൻ്റെ റിസൾട്ടിനെ നമുക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. സോ ആരെങ്കിലും അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പിന്നെ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ നിൽക്കണ്ട. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പെൻഡിങ്ങുള്ള ക്ലാസ്സൊക്കെ നിങ്ങൾ, അതായത് ഇപ്പം ഫെബ്രുവരി 15 സ്റ്റാർട്ട് ചെയ്യും, നിങ്ങൾ 30 ജോയിൻ ചെയ്തു, 15 ദിവസത്തെ ക്ലാസ് നിങ്ങൾ ഇരുന്ന് കാണേണ്ടി വരും. അത് ഭയങ്കര ഹെക്റ്റിക്കായിട്ട് നിങ്ങൾക്ക് മാറും. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ജോയിൻ ചെയ്യുക. കൃത്യമായിട്ട് ഒരു ദിവസമുള്ള 1 മണിക്കൂർ ക്ലാസ് അല്ലെങ്കിൽ 1.5 മണിക്കൂർ ക്ലാസ് കൃത്യമായിട്ട് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്ത് പോയാൽ മതി. പ്രശ്നം കഴിഞ്ഞല്ലോ. സോ കൃത്യമായിട്ട് ജോയിൻ ചെയ്തുകൂടാ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ബൈ.